ഹലോ നമസ്കാരം, ഞാൻ രമേശ് മയ്യൽ. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ ഇന്ന് കൃഷിഭവനിൽ കുറച്ച് തൈ കിട്ടിയിരുന്നു. അപ്പോൾ തൈ എന്ത് വയ്ക്കാൽ ഇത് വൈനിങ്ങാണ്. അതുപോലെ തന്നെ തക്കാളി കുറച്ച് പറയും എല്ലാം നന്നാൽ തൈ കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ കൂടുതൽ വേറെ സ്ഥലത്ത് മേടിച്ചാണ്. പക്ഷേ ഞാൻ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഇത് നമ്മളെന്താ പറയുക, ചെടിച്ചട്ടിയിലാക്കാൻ വേണ്ടി പോവാം. ഓക്കെ, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ചെടിച്ചട്ടി കാണിച്ചു തരാം. 20 ചെടിച്ചട്ടി മേടിച്ചിട്ടുണ്ട് ഇന്നലെ, 20 എണ്ണം. ഇതൊക്കെ ഇതിനെ നമ്മളൊന്ന് പിരിച്ചിട്ട് അതിലേക്ക് നടണം. ഓക്കെ, അതിൻ്റെ പരിപാടിയാണ്. ചെടിച്ചട്ടി ഞാൻ കാണിച്ചു തരാം. ചെറിയ പൈസ, കാരണം 10 രൂപ. ഇതെവിടെയെന്ന് പറഞ്ഞാൽ ഇത് മയ്യിലേക്ക് പോകുന്ന വഴിയിൽ കരിയാമ്പറമ്പുന്ന സ്ഥലത്ത് ഒരു കാക്ക പ്ലാസ്റ്റിക് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായതിനെ അയാൾക്ക്. പക്ഷേ എങ്കിലും അയാൾ അത് തരണം ചെയ്തിട്ട് താമസിക്കുന്നുണ്ട്. അവിടെ കച്ചവടം നടത്തുന്നുണ്ട്. അവിടെ നിന്ന് മേടിച്ചാൽ നമ്മൾ പുറത്ത് മേടിക്കുമ്പോൾ ഒരു പക്ഷേ 15 റുപ്യ 20 റുപ്യ വരും. 10 രൂപ ആയിരിക്കും. ഏത് വഴിയായിരിക്കും ആർക്കും കാറ് നിർത്താൻ മേടിക്കാം. മറക്കേണ്ട സ്ഥലം കരിയാമ്പറമ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്കാണ് ഇപ്പോൾ ആ ചെടികളെല്ലാം, അതായത് ആ തൈകളെല്ലാം നടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം കുറച്ച് മണ്ണെടുക്കുക. മണ്ണിന് ശേഷം അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി നല്ലോണം വിതറുക. അതിന് ശേഷം നമ്മൾ എന്താ പറയുക, ചകിരി പാക്കറ്റ് മേടിക്കുക. ചെറിയ വസ്തുക്കൾ അങ്ങനെ പാക്കറ്റ് മേടിച്ച് അതിലിട്ടുക. 3 ലെയർ, അതായത് ആദ്യം കുറച്ച് മണ്ണ്, പിന്നെ കുറച്ച് ചാണകപ്പൊടി, അതിനുശേഷം കുറച്ച് മണ്ണ്, അതിനുശേഷം കുറച്ച് ഈ ചകിരിപ്പൊടി. ഇതൊക്കെ മിക്സ് ആകുമ്പോൾ ചകിരിപ്പൊടി ഉണ്ടെങ്കിൽ ഇതിൽ ഏറ് കയറും. അപ്പോൾ അതുകൊണ്ട് തൈക്ക് അങ്ങനെ വലിയ. അപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. മുട്ടിന് ചെറിയ വേദന, ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം പിന്നെ ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് ഇങ്ങനെ കുത്തിരുന്നു കേട്ടോ, മുട്ടടിച്ച് വരും. അപ്പോൾ കാണിച്ചു തരാം. മണ്ണും അതുപോലെ തന്നെ ഈ ഉണക്ക ചാണകപ്പൊടി, നമ്മൾ ആലവളം എന്ന് പറയുന്നു, ആ സാധനം കൂടെ നമ്മൾ ഇത് മിക്സ് ആക്കണം. അപ്പം ചകിരിയും മണ്ണും ചകിരിയും അതുപോലെ തന്നെ ഈ ആലവളം എന്ന് പറഞ്ഞാൽ ഈ ഉണക്ക ചാണകപ്പൊടി, അത് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം അങ്ങനെ മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറവാൻ തോന്നും. അപ്പോൾ ഇതാണ് ചകിരിപ്പൊടിൻ്റെ പാക്കറ്റ്, 50 രൂപയുള്ളൂ. ഓക്കെ, ഒരുപാട് ചെടിക്കും. അപ്പോൾ അത് കുറഞ്ഞതുകൊണ്ട് അതിന് മുകളിൽ ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മണ്ണിലേക്ക് ഏറ് കയറാൻ ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ട് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ സംസാരിക്കുന്ന സമയത്ത് ശബ്ദങ്ങൾ ക്ലാരിറ്റി ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൈക്കൊന്നുമില്ല, സാധാ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് കുറഞ്ഞത്. ഓക്കെ, നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതിൽ സൗണ്ട് ഇല്ലാതെ കാരണം നമുക്ക് മൈക്കില്ല, പഠിക്കാം നല്ല മേടിച്ചില്ല. അവരുടെ സാഹചര്യങ്ങളും അപ്പോട്ടെ, അത് വേറെ രസം. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം. നിറച്ചിട്ട് ഞാൻ ചെടി വെച്ചതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തരാം. ഓക്കെ, ആദ്യം ഇത് 3 നമ്മൾ മിക്സാക്കി. അത് മണ്ണും അതുപോലെ തന്നെ ഉണക്ക ചാണകവും അതുപോലെ തന്നെ നമ്മളെ ഈ ചകിരിപ്പൊടി, ഇത് 3 മിക്സ്. ശേഷം നമ്മൾ ഇതാണ് എൻ്റെ കണക്ക്. ഓക്കെ, ഇത് കാണാം. ഇത് ചട്ടി ഇതിൽ നട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കും. അപ്പോൾ ഇത് നട്ട് ഇത് വലുതായതിനു ശേഷം ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യും. അപ്പോൾ ഞാൻ അപ്പോൾ പറയും ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തായിരുന്നു പറയും. അപ്പോൾ നിങ്ങൾ പറയും നമ്മൾ കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ അങ്ങനെ ഇടവരുത്, കാണുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ചെയ്യുക. നട്ടിട്ടാകുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നട്ടിട്ടാൽ കാണിച്ചു തരാം. ഇനി അത് പറിച്ചതിന് ശേഷം ഇതിൻ്റെ ഫലം കിട്ടിയതിന് ശേഷവും കാണിച്ചു തരും. അത് വേറൊരു വശം. ഇപ്പം ഞാൻ നട്ടത് കാണിച്ചു തരാം. പിന്നെ ഓരോ ഘട്ടത്തിലും ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ രമേശ് മയ്യൽ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ചെയ്യുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. ഇതാ കേട്ടോ, ഇതാണ് ഞാൻ ഇന്ന് നട്ട പച്ചക്കറി. ഇത് ഞാൻ മുന്നേ നട്ടതാണ്, കഴിഞ്ഞ 1 മാസം അപ്പുറം നട്ടതാണ്. നല്ലോണം നല്ല ഉത്സാഹമായിട്ട് തക്കാളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും. ഞാൻ രമേശ് മയ്യൽ.